ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി പൊട്ടി. കൊച്ചിയിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. കൊച്ചി പൊട്ടി. ഒന്നും പറയില്ല, ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഒന്നും പറയില്ല. കാരണം വെച്ചാൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ്. മറ്റ് കാരണങ്ങളെല്ലാം പറയാം, പക്ഷെ ഇതേ കാരണങ്ങൾ കൊണ്ടാണ് മറ്റ് ടീമുകളും വന്ന് ഒരു ഗോളെങ്കിലും അടിക്കണം. ഒരു ഗോളെങ്കിലും ഈ രണ്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. ഗോളുകൾ വരുന്നില്ല. അറ്റാക്കേഴ്സിനെ കുറേയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വന്നവരൊന്നും മികച്ച രീതിയിൽ തിളങ്ങുന്നില്ല ഈ രണ്ട് മത്സരമായിട്ടെന്നാണ്. ഇന്നലെ അറ്റാക്കിങ്ങിൽ മർലോൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മർലോണ്, നിഹാല്, കോറോ, വിക്ടറിനെയൊക്കെ വെച്ചാണ് മുന്നേറ്റ നിരയിൽ ഇറക്കിയത് ബ്ലാസ്റ്റേഴ്സ്. എന്നാലും ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ഗോൾ കീപ്പറിൻ്റെ ഒരു മികച്ച സേവ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പെരേര ഡയസ് അടിച്ച് കയറ്റുമെന്ന്. പക്ഷേ അവിടെ അർസൻ പെർഷ്യക്ക് മികച്ച രീതിയിൽ തന്നെ അത് സേവ് ചെയ്ത് തട്ടിമാറ്റി. എന്തായാലും മികച്ച രൂപത്തിൽ ഗോൾ കീപ്പർ കളിച്ചു എന്ന് മാത്രം പറയാം. പിന്നെ കെവിൻ ഹോക്ക് ഇറങ്ങിയ സെക്കൻഡ് ഹാഫ് വലിയ കാര്യമായിട്ടുള്ള ഒന്നും നടന്നില്ല. കെവിൻ ഹോക്ക് ആയാലും പിന്നെ അഡ്സൻ്റെ ഒരു ചാൻസ് കണ്ടു, ഒരു ഹെഡർ ചാൻസ്. അതുപോലെ തന്നെ വെക്ടർ ലാസ്റ്റ് നിമിഷത്തിൽ ആ ഒരു ഹെഡർ ചാൻസ്, അത് ഗോള് കയറിയായിരുന്നു. ഡ്രോ പിടിച്ചെങ്കിലും മടങ്ങായിരുന്നു. പക്ഷെ അതും ഒന്നും സംഭവിക്കാതെ വെളിയിലേക്ക് പോയി. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ അത്ര നല്ല ഒരു മത്സരം അല്ലായിരുന്നു. മുംബൈ സിറ്റി മികച്ച രൂപത്തിൽ പെർഫോമൻസ് കാഴ്ചവെച്ചൊന്നും ഇല്ല. പക്ഷേ അവർ കിട്ടിയ ചാൻസ് ഗോൾ അടിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് തന്നെ പറയാം. അവരുടെ ചാൻസ് ആയിരുന്നു ഗോൾ അടിച്ചത്. എന്തായാലും മികച്ച രൂപത്തിൽ പെർഫോമൻസ് കാഴ്ചവെച്ചേ പറ്റൂ. പിന്നെ ടാക്ടിക്സിലും വിഷയങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം വലിയ പുതുമയൊന്നും ഉണ്ടാക്കുന്നില്ല ഡേവിഡ് കറ്റാര എന്നുള്ളതാണ്. കുറച്ച് മാറ്റി പിടിച്ചൂടെ എന്ന് ഒരു തോന്നലുണ്ട്. എന്തായാലും അതൊക്കെ റീഗ്രൂപ്പ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് വരും എന്നതിനെ പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ പ്രതീക്ഷ ഒട്ടുമില്ല. എന്നാലും ഒരു മിഡ് എങ്കിലും നിൽക്കാൻ നോക്കണം മാക്സിമം എന്നുള്ളതാണ് പറയാനുള്ളത്.